ശ്രീ രവിശങ്കർ, SIT ഇപ്പോൾ സന്നിധാനത്തുണ്ട്. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് SIT ഇന്നലെ വൈകുന്നേരം തന്നെ സന്നിധാനത്തെത്തിയത്. കട്ടിളപ്പാളിയിലും അതുപോലെ പ്രഭാമണ്ഡലം പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് അവർക്ക് തിട്ടപ്പെടുത്തണം. ഇന്നലെ ഹൈക്കോടതി ഒരു കാര്യം കൂടി പരാമർശിക്കുകയുണ്ടായി. ഒരുപക്ഷെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതായത് ആദ്യത്തെ കേസിൽ, സ്വർണ്ണപ്പാളി കടത്ത് കേസിൽ 3 പേർ കൂടി സംശയ നിഴലിലാണ്. രണ്ടാമത്തെ കേസിൽ, കട്ടിളപ്പാളി കേസിൽ 2 പേർ കൂടി സംശയത്തിൻ്റെ നിഴലിലാണ്. അതായത് ഈ പ്രതികളുടെ പട്ടികയിൽ, നേരത്തെ SIT തയ്യാറാക്കിയ പ്രതികളുടെ പട്ടികയിൽ ഇപ്പോൾ അവരില്ല. പക്ഷേ 3, 2, 5 പേർ ഉണ്ട്. ആരായിരിക്കും ആ പ്രതികൾ? യെസ്, നമ്മുടെ മാധ്യമങ്ങൾ പ്രതികളെ അങ്ങ് നിശ്ചയിച്ചാൽ പോലെ. ഇവിടെ ഈ പറയുന്ന ചർച്ചയൊക്കെ കേട്ടാൽ മാധ്യമങ്ങളാണല്ലോ ആരൊക്കെയായിരിക്കും പ്രതി, മന്ത്രിയാണോ തന്ത്രിയാണോ മറ്റാളുകളാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന തരത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പൊ എൻ്റെ 16ഓളം ആളുകളെ ഒക്കെ കസ്റ്റഡിയിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. 202 ആളുകളുടെ കയ്യിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ തൃപ്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണം മോശമാണ്, ഇതല്ല CBI സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി സമൂഹം ഒരു കേസുമായി ഹൈക്കോടതിയിൽ ചെന്നിരുന്നു. ഹൈക്കോടതി നിശ്ചിതമായി വിമർശിച്ച്, രൂക്ഷമായി വിമർശിച്ച് അവരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്. പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു, പിണറായി വിജയന്റെ അനുജപ്രകാരമാണ് SIT പ്രവർത്തിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാറിന്റെ അനുജപ്രകാരമാണോ ഇന്ന് തന്ത്രിയുടെ വീട്ടിൽ ഈ ED കയറാതിരുന്നത് എന്നതിനെ കുറിച്ചും എനിക്കൊരു സംശയമുണ്ട്. കാരണം കായംകുളം കൊച്ചിനുടെ വീട്ടിൽ കയറിയില്ല, ബാക്കിയുള്ള പരികർമ്മികളുടെ വീട്ടിൽ മാത്രമാണ് ഇന്ന് കയറിയിരിക്കുന്ന ED. കൊച്ചിനുടെ വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. വാജിവാഹനം ഏതാണ്ട് 500 കോടി രൂപ വിലമതിക്കുന്നതാണ്. ചെറിയ അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലാക്കാനായിരിക്കും, മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവണം. ഈ ഏറ്റവും വില കൂടിയ സാധനം കണ്ടെടുത്തിരിക്കുന്നത് തന്ത്രിയുടെ വീട്ടിൽ നിന്നാണ്. ഏതാണാവോ ആ തന്ത്രിയുടെ വാജിവാഹനമല്ലേ സർ? വാജിവാഹനാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. അതിന്റെ മൂല്യം വാജിവാഹനാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. ശ്രീ രവിശങ്കർ, സ്വർണ്ണപ്പാളികൾ, കട്ടിളപ്പാളികൾ, അതിനേക്കാൾ വിലപിടിപ്പുള്ളതാണോ വാജിവാഹനം? കൃത്യമായി മനസ്സിലായി, കൃത്യമായി മനസ്സിലായി. സാർ ഇന്നലെയും സാറിന്റെ സാറ് ഗോപാലകൃഷ്ണൻ സാർ സംസാരിച്ച ഇടപെട്ടില്ല. താങ്കൾ പറഞ്ഞ ഒരു അബദ്ധം അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. വാജിവാഹനത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഈ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ സാറിന് വാജിവാഹനം തൊണ്ടി മുതലുമല്ല. വാജിവാഹനം ഏതൊരു, ഞാൻ ചോദിച്ചത് ക്ഷേത്രത്തിലെ മുതലുകൾ അതല്ലെങ്കിൽ ഒരു ചരിത്ര മുതലുകൾക്കുള്ള വില നിശ്ചയിക്കുന്നത് അതിന്റെ മൂല്യം അനുസരിച്ചല്ല, അതിരിക്കുന്ന സ്ഥലത്തിന്റെയും അതിന് അന്താരാഷ്ട്ര മാർക്കിൽ ഉണ്ടാവുന്ന അതിന്റെ വിലയും സംബന്ധിച്ചാണ്. വാജിവാഹനം എന്ന് പറയുന്നത് ഭാരമുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ചോദ്യം രവിശങ്കർ വഴങ്ങുമെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊന്നും പറയുന്നില്ല, ഒരു ചോദ്യം. കാരണം പിണറായി വിജയൻ പോലും പറയാത്ത ഒരു ഭാഷയാണ്, പിണറായി വിജയൻ പോലും പറയാത്ത ഭാഷയാണ് തന്ത്രി കായംകുളം കൊച്ചുണ്ണിയാണ് എന്ന് CPM പ്രതിനിധി ഇവിടെ പറഞ്ഞത്. വാസ്തവത്തിൽ അതൊരു വലിയ വാർത്തയാണ്. ശബരിമലയിലെയും തന്ത്രി കായംകുളം കൊച്ചുണ്ണി എന്നാണ് CPM പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അല്ല, അങ്ങയോട് എല്ലാ സ്നേഹാദരങ്ങളും എന്റെ ചോദ്യം ഞാൻ ചോദിക്കാം. ഇത് എന്റെ ചോദ്യം കഴിഞ്ഞാൽ ചോദിച്ചോളൂ, ഞാൻ അത് ഉത്തരം പറയാം. എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ. ആ കായംകുളം കൊച്ചുണ്ണി ആണ് തന്ത്രി എന്ന് പറഞ്ഞതിന് താങ്കൾ പറഞ്ഞത് വാജിവാഹനം കണ്ടെടുത്തു എന്നാ. ഞാൻ നല്ല മലയാളത്തിലാണല്ലോ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിധിയുമായി ബന്ധപ്പെട്ടതും ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളും, തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലും അതുപോലെ ശ്രീ വരാഹം ക്ഷേത്രത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ബഹളം വെച്ച സമയത്ത് ഒഫീഷ്യലി വാജിവാഹനം, അതേത് ദേവൻ്റെ വാഹനവും
അത് അറ്റകുറ്റപ്പണിക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ ലോഹത്തിൻ്റെ ഉടമ തന്ത്രിയാണ്. അങ്ങനെ തന്ത്രിക്ക് ശബരിമലയിൽ 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് റിച്വലിസത്തോടു കൂടിയിട്ടാണ് അത് കൈമാറിയത് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇന്നത് കോടതിയുടെ വരികളിലുള്ളതാണ്, നാട്ടിലെ ആളുകൾ മനസ്സിലാക്കിയതാണ്, ഈ ചർച്ചയിൽ പറഞ്ഞതാണ്. എന്നിട്ടും അത് മോഷ്ടിച്ചു കൊണ്ടുപോയി, അതിന് വലിയ വിലയാണ്. അത് മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയത് കൊണ്ടാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പേരിട്ടത് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇത് മര്യാദകേടല്ലേ സാർ? സാർ ഈ ചോദ്യത്തിന് ഉത്തരം പറയും. ഇതൊരു മാന്യതയ്ക്ക് നിലക്കുന്നതാണോ? നിങ്ങൾ CPM-ന്റെ പ്രതിനിധിയാണ് എന്ന് വെച്ച് എന്ത് തോന്നിവാസവും പറയാമോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. എനിക്ക് സാറിനോട് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഇത് മര്യാദകേടല്ലേ? വരക്കിടാനൊന്നും സമയമില്ല. എന്റെ ചോദ്യത്തിന് എന്റെ സമയത്താണ് അത് ശരിയല്ല. ഒരു മിനിറ്റ്, നിങ്ങൾ എന്നോട് ചോദിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കൂ. സാർ ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ 16 ആളുകളെ ശരിയാണോ? അത് ശരിയാണോ സാർ? ഞാൻ സാറിനോട് സാർ ശരിയാണോ? ഒരു മിനിറ്റ്. ചോദിച്ചതിന് ഉത്തരം പറയണം. താങ്കൾ എന്നോട് ചോദിക്കുന്നു പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അല്ലെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഈ വാഹനം താങ്കൾ ഈ തന്ത്രിയെ കായംകുളം കൊച്ചുണ്ണിയോട് ഓവിച്ചത് ശരിയാണോ എന്നൊരു ചോദ്യമാണ്. ഞാൻ ഗോലകൃഷ്ണൻ സാറിനെ വളരെ ബഹുമാനത്തോട് കാണുന്ന ഒരാളാണ്. അതെ, അങ്ങനെ ബഹുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഞാനെന്ന് പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന് അത് വേറെ കാര്യം. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല. ഞാൻ അദ്ദേഹത്തിന്റെ ശത്രുവല്ല, എന്റെ ശത്രുവുമല്ല അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കണമെന്നും എനിക്ക് നിർബന്ധമില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കണ്ട. ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ 16ഓളം ആളുകളെ പോലീസ് പിടിച്ചപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനമായും CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ അംഗമായിരുന്ന ശ്രീമാൻ പത്മകുമാറിന്റെ അടക്കം ഈ SIT അറസ്റ്റ് ചെയ്ത് അകത്തിടുമ്പോഴും ഒരു CPM നേതാവും ഇതുവരെ അദ്ദേഹത്തെ കാണാൻ ചെയ്തിട്ടില്ല. എന്നാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. എന്താണ് ഇത്ര വലിയ ബന്ധം? ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാത്തത് ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ട എന്ന അഭിപ്രായമുള്ളത് അതാണോ? ഇവിടെ ചോദ്യം വളരെ 2012 ദേവസ്വത്തിന്റെ ഉത്തരവ് പ്രകാരം ദേവസ്വത്തിന്റെ സ്വത്താണ് ദേവസ്വത്തിന്റെ കയ്യിലുള്ളതെല്ലാം. ആ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല. വാജിവാഹനം തന്ത്രിയുടെ വകയല്ല. വാജിവാഹനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വകയാണ്, അയ്യപ്പന്റെ വകയാണ്. ആ വാജിവാഹനം അനാവശ്യമായി അവിടെ നടന്നൊരു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പൊളിക്കപ്പെട്ട ആ കൊടിമരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി തന്ത്രിയെ ന്യായീകരിക്കില്ല. പക്ഷെ നോക്കൂ, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് വാഹനം തന്ത്രിക്ക് കൈമാറിയത്. അതും ഇത്രയധികം ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന സമയത്ത് അതിനെയാണ് താങ്കൾ ഇപ്പോ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദ്യത്തിന് ഉത്തരം പറയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട തന്ത്രിയുടെ ഇപ്പോ അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അനുജ്ഞ റെക്കോർഡിക്കലായി തന്ത്രി എഴുതി കൊടുത്തു എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകുന്നതിൽ ബഹുമാന്യനായ തന്ത്രിക്ക് അതിൽ ഇടപാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? അതിന്റെ ആദ്യ പാളി ഇളക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിയുടേതാണ്. അതിനുശേഷം മാത്രമേ മേശരിമാർക്കോ അതല്ലെങ്കിൽ ഇളക്കുന്നവർക്കോ അതിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത് ഇളക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടപാടുകാരനെ അവിടെ കൊണ്ടുവരുന്നതും അത് സ്വർണം പൂച്ചാൻ അയാളെ ഉത്തരവാദിത്തോടെ ഏൽപ്പിച്ചുകൊണ്ട് വിടുന്നതും ഇതിന്റെ എല്ലാം പുറകിൽ ആ ബഹുമാന്യ ദേഹവുമുണ്ട്. ഞാൻ പങ്കില്ല അല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. പത്മകുമാർ പറഞ്ഞത് എന്താ? ദൈവജ്ഞനായ ഒരാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതിൽ ഒപ്പിട്ട് വെച്ചു കൊടുത്തത്. ദൈവജ്ഞനായ ഒരാൾ പത്മകുമാർ പറഞ്ഞതാണ്, ശവന്തീനി അല്ല. ആരാണത്? ദൈവതുല്യം പറഞ്ഞത് അക്ഷരപതി അനുസരിച്ചു അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അല്ല രവിശങ്കർ, ദൈവത്തിന് വിശ്വാസമില്ല. പക്ഷേ ദൈവതുല്യം പറഞ്ഞത് അക്ഷരപതി അനുസരിച്ചു. ദൈവതുല്യം പറഞ്ഞതുകൊണ്ടാണ് സ്വർണ്ണപ്പാളി അതുപോലെ കട്ടണപ്പാളിയൊക്കെ ഇളക്കി കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത്.
അതുകൊണ്ടാണ് അയ്യപ്പന്റെ മുതൽ കൊണ്ടുപോയത്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത തന്ത്രിക്കാണ്, ഞങ്ങൾക്കാർക്കുമല്ല. ആ. അതുകൊണ്ടാണ് അയ്യപ്പന്റെ മുതൽ എടുത്തത്. ഞങ്ങളാരും എടുത്തിട്ടില്ല. ആ. എടുത്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കണം. ആരെടുത്തോണ്ട് പോയെങ്കിലും അവരെ പിടിക്കണം. അത് തന്ത്രി ആയാലും മന്ത്രി ആയാലും ആരായാലും ശരി തന്നെ. അല്ല, മന്ത്രിയെ പിടിക്കുന്നില്ലല്ലോ, മന്ത്രിയെ പിടിക്കുന്നില്ലല്ലോ. മന്ത്രിയുടെ കൈ തെളിവ് കൊണ്ടുവരണം. പോറ്റിയും മന്ത്രിയും തമ്മിലുള്ള, മുൻ മന്ത്രിയും തമ്മിലുള്ള അടുപ്പം അത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്തത്? എന്തുകൊണ്ടാണ് തന്ത്രിയെ വിളിച്ച സമയത്ത് വലിയ ഹൈപ്പ് കൊടുത്തത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിലയിൽ വലിയ ഹൈപ്പ് കൊടുത്തത് എന്തുകൊണ്ടാണ്? രഹസ്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് രവിശങ്കർ. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, അതായത് പിണറായിയുടെ അനുജ്ഞയാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. യെസ്, ഞാൻ തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.